ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയെ കണ്ട് സംസാരിക്കാനായി JK അമ്പാട്ടിലേക്ക് എത്തുകയാണ്. മഞ്ജുവിനെയാണ് അവിടെ ആദ്യം കാണുന്നത്. JK കാണുന്നതും മഞ്ജു എന്താണെന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്ക് അർച്ചനയെ ഒന്ന് കാണണമെന്ന്. മഞ്ജു അപ്പോൾ പറയാണ്, ഇരിക്കെ ഞാനിപ്പോൾ അർച്ചനേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞ് മഞ്ജു അകത്തേക്ക് പോകുന്നതും അർച്ചന ആരാണ് ബെല്ലടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. മഞ്ജു അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി അന്വേഷിച്ചിട്ട് വന്ന ഒരാളാണെന്ന്. അങ്ങനെ അർച്ചന ആരാണെന്ന് നോക്കാനായി പുറത്തേക്ക് വരുമ്പോൾ JK ആണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അർച്ചനയും JKയും തമ്മിൽ സംസാരിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും അർച്ചനയെ കാണാൻ വന്നതല്ല, ചിന്നുവിനെ കാണാനായി വന്നതാണെന്ന് പറയുകയാണ്. മഞ്ജു ആണെങ്കിൽ ഇതെല്ലാം അകത്ത് നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. JK വീണ്ടും പറയുന്നുണ്ട്, ചിന്നു 2-3 ദിവസമായി ആകെ മൂഡ് ഔട്ടാണല്ലോ, ഇൻഡിഫറൻസ് ആയിട്ടാണ് സംസാരിക്കുന്നതും. എന്താണ് ചിന്നുവിന്റെ പ്രശ്നമെന്നോ ഒന്ന് അറിയാനായി വന്നതാണ്. അവൾ ഇവിടെ ഇല്ലേ, ഒന്ന് വിളിക്കാവോ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചിന്നു ഇവിടെ ഇല്ല, ചന്ദ്രകാന്തത്തിലേക്ക് പോയിരിക്കുകയാണ്, ഇനി എപ്പോഴാണ് വരിക എന്നും അറിയില്ല. അങ്ങനെ അർച്ചന പറയുമ്പോൾ JKക്ക് അത് കേട്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അങ്ങനെ JK എന്താണ് ചിന്നുവിന്റെ ഈ വിഷമത്തിനുള്ള കാരണമെന്ന് അർച്ചനയോട് ചോദിക്കുകയാണ്. അങ്ങനെ അർച്ചന ഇതാണ് പറ്റിയ അവസരമെന്ന് ആലോചിച്ച് JKയോട് ചോദിക്കുന്നുണ്ട്, JK അന്ന് നമ്മൾ വാങ്ങിച്ച ആ ഗിഫ്റ്റ് തന്നെയല്ലേ കൊറിയർ അയച്ചത്, അല്ലാതെ ഗിഫ്റ്റ് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഇല്ല, ആ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ അയച്ചതെന്ന് പറയാണ്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തായാലും പോയി ആ ഗിഫ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ മഞ്ജു വേഗം തന്നെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് JKക്ക് കുടിക്കാനായി വെള്ളം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിൽക്ക്, ചിന്നുവിന് അയച്ച ഗിഫ്റ്റ് അല്ലേ, അത് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മഞ്ജു ആ ഗിഫ്റ്റ് എടുക്കാനായി പോവുകയാണ്. അങ്ങനെ അർച്ചനയും JKയും വീണ്ടും ആ കൊറിയർ ഗിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മഞ്ജു റൂമിൽ പോയി ചന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ JK ശരിക്കും കൊറിയർ അയച്ച ആ ഗിഫ്റ്റ് മഞ്ജുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വരും, ഇത് മഞ്ജു എന്തായാലും രഹസ്യമായി സൂക്ഷിച്ചു വെക്കുകയെന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതാണ് പറ്റിയ അവസരം, എന്തായാലും എന്നെ രക്ഷിക്കണേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു നേരെ JK യഥാർത്ഥത്തിൽ അയച്ചു കൊടുത്ത ഗിഫ്റ്റും ചന്ദ്ര മാറ്റി കൊടുത്ത ചിന്നുവിന് കിട്ടിയ ഗിഫ്റ്റും രണ്ടും കയ്യിലെടുത്ത് വെക്കുകയാണ്. പിന്നീട് JK യഥാർത്ഥത്തിൽ അയച്ച ഗിഫ്റ്റ് കൊണ്ടുപോയി അർച്ചനയെ കാണിക്കാതെ JKയെ മാത്രം കാണിച്ചുകൊണ്ട്, ഇതല്ലേ JK സാർ അയച്ച ഗിഫ്റ്റ് എന്ന് ചോദിക്കുകയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട്, അതെ, ഈ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ അയച്ചത് എന്ന് പറയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, സൂക്ഷിച്ചു നോക്ക്, ഇത് തന്നെയാണോ അയച്ചത് എന്ന് അർച്ചന JKയോട് വീണ്ടും ചോദിക്കുകയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട്, അതെ, ഈ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ അയച്ചത്, എന്താ വല്ല കുഴപ്പമുണ്ടോ അർച്ചന എന്ന് ചോദിക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ അർച്ചനയ്ക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാതെ വേഗം തന്നെ അത് അകത്തു കൊണ്ടുപോയി വെക്കുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ പറഞ്ഞത് അപ്പൊ ശരിയാണ്, പിന്നെന്താണ് ഇതിനിടയ്ക്ക് സംഭവിച്ചത്, എന്തായാലും യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം എന്നങ്ങനെ അർച്ചന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് JKയോട് പറയുന്നുണ്ട്, JK എനിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോവണം, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ JKയെ പറഞ്ഞു വിടുകയാണ്. JKയും ആകെ കൺഫ്യൂഷൻ ആയിക്കൊണ്ട് ശരി നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അമ്പാട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് വിജയ് ശങ്കർ അതുവഴി വരുന്നത്. JKയെ കാണുന്നതും വിജയ് ശങ്കർ കാർ നിർത്തിക്കൊണ്ട് JKയോട് സംസാരിക്കുകയാണ്, താനെന്താണ് ഇതുവഴി അർച്ചനയുടെ വീട്ടിലേക്ക് പോയിട്ട് വരികയാണോ, താനൊരു പ്രൊഫസറാണെന്നാണ് കേട്ടത്, പിന്നെ എന്താണ് തനിക്ക് ജോലിയൊന്നുമില്ലേ, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കലാണോ തനിക്ക് പണി എന്നൊക്കെ പരിഹസിച്ചുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ JKയോട് ചോദിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, തന്നെ പോലെ തന്നെ എനിക്കും നല്ല അന്തസ്സായ ഒരു ജോലിയുണ്ട്, ഞാനത് നല്ലതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നങ്ങനെ JK പറയുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയെയും JKയും കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് JKക്ക് ഒട്ടും സഹിക്കുന്നില്ല. JKക്ക് ദേഷ്യം വന്ന് JKയും വിജയ് ശങ്കറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാവാണ്. അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് അതുവഴി രവികുമാർ വക്കീൽ വരികയാണ്. ഇവരുടെ വഴക്ക് കാണുന്നതും വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി രവികുമാർ വക്കീല് വിജയ് ശങ്കറിനെയും JKയും പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ വിജയ് ശങ്കറിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് രവികുമാർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സമയം വൈകിക്കൊണ്ട് അർച്ചന അങ്ങനെ വക്കീൽ ഓഫീസിൽ എത്തുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയെ കാത്തു നിൽക്കുകയാണ്. അർച്ചന ഓഫീസിലേക്ക് പോവാൻ നിൽക്കുന്നതും വിജയ് ശങ്കർ അർച്ചനയെ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീയൊന്ന് അവിടെ നിന്നേ, ഇപ്പൊ എന്താണ് നീ കുറച്ച് വൈകിട്ടാണല്ലോ ഓഫീസിൽ എത്തുന്നത്, രാവിലെ ചിലപ്പോൾ വീട്ടിലും കക്ഷികൾ കാണാൻ വരാറുണ്ടാവുമല്ലേ,
ഇതിലൊരു പ്രധാന കക്ഷിയുണ്ടല്ലോ, ഒരു പ്രൊഫസർ. അവനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അർച്ചനയുടെ വീട്ടിൽ പോയിട്ട് വരികയാണെന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ അവൻ എന്നോട് പറഞ്ഞത്. ഇന്ന് രാവിലെയാണോ അവൻ അവിടെ വന്നത്, അതോ ഇന്നലെ രാത്രിയും അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിധി വിട്ടുകൊണ്ട് വിജയശങ്കർ അങ്ങനെ അർച്ചനയോട് സംസാരിക്കുകയാണ്. അർച്ചനയ്ക്ക് ഇത് ദേഷ്യം വന്നുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, മിസ്റ്റർ വിജയശങ്കർ നിർത്ത്, ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്, അതിന്റെ പക്വതയെങ്കിലും കാണിച്ചൂടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, നിന്റെ ഈ സ്വഭാവം കാരണം കൊണ്ടാണ് ചിന്നുമോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ചിന്നു അങ്ങനെ പറഞ്ഞോ നിങ്ങളോട്? അവൾ അങ്ങനെ ഒരിക്കലും പറയില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്, അതിന് നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തിയതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള രണ്ട് വ്യക്തികളാണ് നമ്മളിപ്പോൾ. അമ്മ എന്ന എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മകളോട് മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങളോട് അതെനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ മനസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് കുത്തിവെക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാനാവും. പക്ഷേ അതുകൊണ്ടൊന്നും എന്നിൽ നിന്ന് അവളെ അടർത്തി മാറ്റാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ചിന്നു എൻ്റെ മോളാണ്. നിങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ പ്രസവിച്ച് വളർത്തിയ മോള്. വിജയശങ്കർ എത്ര വിഷം ഇഞ്ചക്ട് ചെയ്താലും ചിന്നു അവളുടെ അമ്മയെ മറക്കില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നു അവളുടെ അമ്മയെ മറക്കണ്ട, അവൾ ഓർത്തുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ചിന്നുവിന്റെ കാര്യത്തിൽ അച്ഛനെന്ന നിലയിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവളുടെ ഭാവിയുടെ കാര്യത്തിൽ എനിക്കും ചില കാൽക്കുലേഷൻസ് ഉണ്ട്. എന്റെ തീരുമാനം എന്താണെന്ന് സമയമാവുമ്പോൾ നീ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് വിജയശങ്കർ അവിടെ നിന്നും പോവാണ്. അർച്ചനയ്ക്കാണെങ്കിൽ വിജയശങ്കർ എല്ലാം പറയുന്നത് കേട്ട് ചിന്നു തൻ്റെ അടുത്ത് നിന്നും പോവുമോ എന്ന് പേടിയാവുകയാണ്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ ഓഫീസിൽ ഇരുന്നു കൊണ്ട് വിജയശങ്കർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ദീപ്തിക്കും അർച്ചനയ്ക്കുമായി ചായ കൊണ്ടുവരുന്നത്. അർച്ചനയെ 2-3 പ്രാവശ്യം വിളിച്ച് ചായ കുടിക്കുകയെന്ന് പറയുന്നുണ്ടെങ്കിലും അർച്ചനയാണെങ്കിൽ ഏതോ ലോകത്താണ്. വീണ്ടും ദീപ്തി അർച്ചനയെ വിളിച്ച്, നീ ഏതു ലോകത്താണ്, ഈ ചായ കുടിക്കുക അർച്ചനെ എന്നങ്ങനെ പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, ദീപ്തി എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. വിജയശങ്കർ പറഞ്ഞ വാക്കുകൾ ഓർത്തിട്ടെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ചിന്നുവിന്റെ കാര്യത്തിൽ അയാൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? ചിന്നുവിനോട് എന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്നെ മോശമായി ചിത്രീകരിക്കും അയാള്. ഞാൻ അയാളുടെ ശത്രുവാണ്. പക്ഷേ ചിന്നു എന്നിൽ നിന്ന് അകലുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, നിന്നെയും ജെക്കെയും കുറിച്ച് മോശമായി ചിത്രീകരിക്കുമെന്നാണോ നിനക്ക് പേടി എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെനിക്ക് പേടി തന്നെയാണ്. അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി അർച്ചനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചിന്നു ഇപ്പോൾ വളർന്നു ഒരു 20 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് കാര്യബോധവും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ പോലെയല്ല ചിന്നു, അവൾക്ക് കാര്യബോധമുണ്ട്. അവൾക്ക് അവളുടെ അമ്മയെ മനസ്സിലാവും. സ്ഥാനത്ത് അമ്മ എങ്ങനെയാണ് എത്തിയതെന്നും അച്ഛൻ എങ്ങനെയായിരുന്നുവെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ചിന്നുവിന്റെ കാര്യത്തിൽ അർച്ചന ആശങ്കപ്പെടേണ്ട. അവളുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിച്ചാൽ മതി. ഇനിയും ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നാൽ പറ്റില്ല. നമുക്ക് അച്ചുവിനെ പുറത്തിറക്കണ്ടേ, അതിന് നീയൊന്ന് ചാർജ് ആവ്, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലെന്ന് ദീപ്തി അങ്ങനെ അർച്ചനയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം അർച്ചന അങ്ങനെ ജയ്ക്ക് അയച്ച ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. എന്താണ് സത്യാവസ്ഥ എന്ന് കണ്ടെത്തണമെന്ന് അർച്ചന അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് വിജയശങ്കറും രവികുമാർ വക്കീലും കൂടി വക്കീൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ജെക്കെയും അർച്ചനയും കുറിച്ച് തന്നെയാണ് വിജയശങ്കർ അങ്ങനെ ദേഷ്യത്തോടെ രവികുമാറിനോട് പറയുന്നത്. ജെക്കെക്ക് അർച്ചനയോട് പ്രേമമാണ്. ഈ സാഹിത്യകാരന്മാർക്ക് തോന്നുന്ന ഉണക്ക റൊമാൻസിലെ അതാണ്. അർച്ചന അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവന് അർച്ചനയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അർച്ചനയാണെങ്കിൽ അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്യുന്നു എന്നങ്ങനെ വിജയശങ്കർ പറയുന്ന സമയത്ത് രവികുമാർ പറയുന്നുണ്ട്, ജെക്കെയും ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് ആയതല്ലേ, എന്നാൽ സാറും അർച്ചനയും തമ്മിൽ ഡിവോഴ്സായി, പിന്നെന്താണ് അവർക്ക് ഒരുമിച്ചാലെന്ന് രവികുമാർ അങ്ങനെ ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.